guys, welcome back to my YouTube channel, Diyu's Vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലുലു മാളിലോട്ട് പോവാണ്. ഇത്രയും ദിവസം അങ്ങനെ എവിടേക്കും പോകാൻ പറ്റിയില്ല. കാരണം സ്കൂൾ വിട്ട വീട് അങ്ങനെ ആയിരുന്നില്ല. രാവിലെ സ്കൂളിൽ പോയി പിന്നെ വൈകിട്ട് തിരിച്ചെത്തുമ്പോഴേക്കും നല്ല ടൈം ആവും. അപ്പോൾ 4 മണിയാവും. പിന്നെ അങ്ങനെ പഠിക്കാനും ഒക്കെ സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും നല്ല ടൈം ആവും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ എന്താ പറയുക, അമ്മ ലുലു മാളിൽ എനിക്ക് സാധനം മേടിക്കാമെന്ന് പറഞ്ഞ് പോവാണ്. അപ്പോൾ ഞാനും അങ്ങനെ സൈഡ് കപ്പിൽ ജസ്റ്റ് റെഡിയായി. അപ്പോൾ ദക്ഷും അച്ഛനും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ്. പാലക്കാട് ആദ്യം വന്ന ലുലു മാളല്ലേ, അപ്പോൾ ഞാനും കാണാൻ നിങ്ങളെല്ലാവരെയും കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാൻ. ബൈ ഗൈസ്. അപ്പോൾ ഞങ്ങളങ്ങനെ 4 പേരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ കറക്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് 3 പേരും അങ്ങനെ ഒരുമിച്ച് ക്യാമറയിലോട്ട് നോക്കി. പിന്നെ ഇത് ദക്ഷു അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇത് കൈ ചൂണ്ടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ വണ്ടി ഓടിക്കണം, ആ സ്ഥലങ്ങൾ നോക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ലുലു മാൾ എത്താറായത്. അപ്പോഴായിരുന്നു നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ഗൈസ്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അങ്ങനെ തന്നെ ഞങ്ങൾ വന്നപ്പോഴായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായത് ഈ വണ്ടികൾ മൊത്തം ലുലു മാളിലേക്ക് ഉള്ളതാണ് എന്ന്. പിന്നെ അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ഈ പ്ലേസിലാണ് കേസ് ഞങ്ങൾ പെട്ടത്. കാരണം ഇവിടെ ഈ പ്ലേസിലായിരുന്നു ഞങ്ങൾ 15 to 20 മിനിറ്റോളം ഞങ്ങൾ നിന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് വണ്ടി പാർക്ക് ചെയ്യുന്ന അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളിതൊക്കെ അടുത്ത് വിട്ടു. അപ്പോൾ ഞങ്ങളത് അച്ഛൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ വന്നു. അപ്പോഴായിരുന്നു ഇത് ഫൺ ടൂറ എല്ലാം ഉണ്ട് എന്ന് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കയറുകയാണ്. അപ്പോൾ ലുലു മാളിൽ കയറുമ്പോഴായിരുന്നു എനിക്ക് ആ ബോർഡ് കണ്ടപ്പോഴായിരുന്നു മനസ്സിലായത് ഫുള്ള് 50% ഓഫറാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് അമ്മ വന്നത് എന്നും അത് കാരണം ഇത്ര തിരക്കെന്നും എനിക്ക് അപ്പോഴായിരുന്നു മനസ്സിലായത്. അപ്പോൾ ഇത് കയറുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ നല്ല വെറൈറ്റി ഷോപ്സും ഉണ്ട്. അതുപോലെ തന്നെ അക്ഷയ ഗോൾഡ്, പിന്നെ അതുപോലെ തന്നെ കളേഴ്സ്, വിസ്മയ, അങ്ങനെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു ടൈം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ലുലു മാളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബ് ചാനലൊന്നും ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എന്തായാലും യൂട്യൂബ് ചാനലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്ളോഗ് ആയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇത് ട്രെൻഡ്സ്, അതിലൊരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ബാഗ് അതുപോലെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കൊരു ബാഗ് മേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ എന്തായാലും മേടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരുന്നു ദക്ഷുവിന് ഇതേ പാർക്കിൽ പോകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. അവൾ ഉദ്ദേശിച്ചത് ഫൺ ടൂറയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ എസ്കിനേറ്ററിൽ പോകുന്നുണ്ട്. ദക്ഷുവും അച്ഛനും ഞാനും അമ്മയും കൂടിയാണ് കയറിയത്. എനിക്ക് ആക്ച്വലി കുറച്ച് പേടിയാണ് എസ്കിനേറ്റർ. എന്നാലും ഞാൻ എസ്കിനേറ്റർ അല്ല, എസ്കലേറ്റർ. ടങ്ക് കുറച്ച് സ്ലിപ്പായതാണ്, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഞങ്ങളത് ഫൺ ടൂറിലോട്ട് വന്നു. ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഡിജിറ്റലായിട്ടുള്ള കുറച്ച് ഗെയിമുകളും പിന്നെ അങ്ങനെ നിറയെ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദക്ഷു അങ്ങനെ വാശി പിടിച്ചില്ല, 2 എണ്ണത്തിൽ മാത്രം കയറിയാൽ മതി എന്ന് അവൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഡിജിറ്റലായിട്ടുള്ള ഗെയിമുകളൊക്കെ ഉണ്ടാവും. അതിൽ ഞങ്ങൾക്ക് കയറാൻ ടൈം ഉണ്ടായിരുന്നില്ല. 7:30 അവിടെ എത്തിയത് തന്നെ. അപ്പോൾ ദക്ഷു ഒരു കാറിൽ കയറണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ഹലോ കിറ്റിയുടെ കാറായിരുന്നു. ദക്ഷുവിൻ്റെ ഡ്രസ്സിൻ്റെ അതേ മാച്ചായിട്ടുള്ളൊരു കളറായിരുന്നു. അപ്പോൾ നല്ല ഫോട്ടോസും കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ തന്നെ അവൾക്ക് നല്ല സന്തോഷമായി. പിന്നെയാണ് ഗൈസ് അവൾ പിന്നെയും ഒരു ബൈക്കിൽ കയറണം എന്ന് പറഞ്ഞ് നല്ല വാശി പിടിച്ചു, നല്ല കരയുകയും ചെയ്തു. അപ്പോഴായിരുന്നു ബൈക്കിൽ കയറ്റി കൊടുത്തു. അപ്പോൾ എന്താ ചിരി, ആളുടെ ചിരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആളെ സമാധാനിപ്പിച്ച് ഞങ്ങളങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് ഇറങ്ങി. ഞാൻ അങ്ങനെ പെർഫ്യൂം തിരയുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ദക്ഷി കാർട്ടും വലിച്ചു പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂമൊന്നും കിട്ടിയില്ല. അപ്പോൾ പെർഫ്യൂമേ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഡ്രീം കേക്ക് വാങ്ങാമെന്ന് പറഞ്ഞ് പോയി. പിന്നെ അങ്ങനെ ഡോണറ്റ്സിൽ അവസാനിച്ചു ഗൈസ്. അപ്പോൾ ബില്ല് സെക്ഷനിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ദക്ഷുവിനെ കാർട്ടിൽ ഇരുത്തിയിട്ട് പോകുന്നുണ്ട്. ദക്ഷു കാലി കടയണമെന്ന് പറഞ്ഞ ഒരേ കരച്ചിലായിരുന്നു. അപ്പോൾ ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് വരുന്നുണ്ട്, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഗൈസ്. അപ്പോൾ ബില്ലിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചിക്കിങ്ങിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചു. ബട്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ ടോപ്പ് ഇൻ ടൗൺ കണ്ടു. ടോപ്പ് ഇൻ ടൗണും അതുപോലെ തന്നെ മമ്മി ആൻഡ് മീ ആയിരുന്നു ഓപ്ഷൻ. ഞങ്ങൾ അങ്ങനെ ടോപ്പ് ഇൻ ടൗണിൽ പോയി ബിരിയാണിയൊക്കെ കഴിച്ചു. ഞങ്ങൾ 4 പേരും കോഴിക്കോട് ബിരിയാണിയായിരുന്നു വാങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ ഇരുന്നിട്ടായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിക്കുമ്പോൾ ജസ്റ്റ് അമ്മയായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് വന്നപ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയും വിശപ്പായിരുന്നു ഗൈസ്. അപ്പോൾ ദക്ഷി അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അവൾ ഫുൾ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. ബട്ട് അവൾ അങ്ങനെ ഫുള്ളൊന്നും കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി അങ്ങനെ 3 പേരും കൂടി ഫുഡ്
നല്ല ബിരിയാണി കഴിച്ചാണത് ഞങ്ങൾ അങ്ങനെ എസ്കിനേറ്റിൽ തിരിച്ച് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നത്. ഗൈസ് അപ്പോൾ ടൈം 10:30 പുറത്ത് വന്നപ്പോഴായിരുന്നു നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല, നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ വീട്ടിലോട്ട് പോയപ്പോൾ തന്നെ ഗൈസ് എൻ്റെ ഡോണറ്റ്സൊക്കെ ഞാൻ അകത്താക്കി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ.